അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള മുട്ടാപ്പാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പച്ചരി എടുത്തിട്ടുണ്ട്, അതൊരു 2 കപ്പാണ്. അപ്പോൾ നന്നായിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് ചോറ്, നമ്മൾ സാധാ ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2 കപ്പ് പച്ചരിയും 2.5 കപ്പ് ചോറുമാണ് എടുത്തത്. അപ്പോൾ ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ചോറും പച്ചരി എല്ലാം കൂടിയിട്ടില്ല അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മിക്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം ചുടുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് വേണ്ട, ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ ഹോൾസിലും നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മുട്ടാപ്പം കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിക്ക് റെസിപ്പി പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ് സുമയ്യ. നല്ല രസമുണ്ടേനും, ഉണ്ടാക്കിയിട്ട് അടിപൊളിയേനും. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെല്ലാ ഹോൾസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ മറിച്ചിടണം, അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇത് വരുള്ളൂ. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ മുട്ടാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ മുട്ടാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ.